തഴുകിയും താലോലിച്ചും വളർത്തേണ്ട പ്രായത്തിൽ തൻ്റെ മോനെ ഒരു കുത്തുകൊണ്ട് കൊലപ്പെടുത്തിയ പിതാവാണ് ഇയാൾ. ഈ കുട്ടിയെ, നിഷ്കളങ്കമായ ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന് അറിയണ്ടേ? അയാൾക്ക് ഉറക്കം ശല്യമായപ്പോഴത്രേ. കുട്ടി കരയെ മറ്റോ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഉറക്കം ശല്യമായപ്പോൾ കുട്ടിയെ കുത്തി, കയ്യിൻ്റെ മുട്ടുകൊണ്ട് കുത്തി. ആ കുത്തിൻ്റെ ആഘാതത്തിൽ കുട്ടി മരിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മാതാവ് എത്ര കണ്ട് സഹിക്കുന്നുണ്ടാകും. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയെ വളർത്തി ഏകദേശം നല്ലൊരു പ്രായത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് എത്രത്തോളം ഒരു മാതാവ് സഹിച്ചിട്ടുണ്ടാകും. ഒരു നിമിഷം അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടപ്പോഴാണ് അയാൾ അങ്ങനെ ചെയ്തത്. കുട്ടിയുടെ ജീവൻ തന്നെ സംഹരിച്ചു. അപ്പോൾ മാതാവിനെക്കുറിച്ച്, മാതാക്കളെക്കുറിച്ച്, ഉമ്മമാരെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മമാരെക്കുറിച്ച്, ഉമ്മയായാലും അമ്മയായാലും ഏത് ജാതി മതമൊന്നും അവിടെ ഇല്ല. മാതാവിൻ്റെ കഷ്ടപ്പാട് അറിയണം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. മാതാവിനെ കഷ്ടപ്പെടുത്തുന്നവരെ അള്ളാഹു വെറുതെ വിടുകയില്ല. അത് ഏത് മതക്കാരനായാലും ഏത് വിശ്വാസിയായാലും എത്ര ദുഷ്ടൻ്റെ കുടുംബമായാലും. ഉമ്മ ദുഷ്ടത്തിയാണെങ്കിലും വേണ്ടില്ല, ഉമ്മാനെ മക്കൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേദന തിരിച്ചു നൽകുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു മാതാവുണ്ട് കേട്ടോ. അവൾ കുട്ടിയെ അടിച്ചു കൊന്നു. എന്തിനു വേണ്ടി? കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി. അതും നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് വായിച്ചതാണ്. ഇതൊക്കെ എങ്ങനെയാണ്, എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. അതൊക്കെ സംഭവിക്കാനുള്ളതാണ്. പലതും ഈ ദുനിയാവിൽ സംഭവിക്കും. ഖിയാമത്തിൻ്റെ അടയാളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നപ്പോൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കരുണ എടുത്തു കളയും എന്ന് പറഞ്ഞതാണ്. മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും കരുണ എടുത്തു കളയും എന്ന് പറഞ്ഞതാണ് അതിലൊന്ന്. മറ്റൊന്ന് തൗബയുടെ വാതിൽ അടക്കപ്പെടുമെന്ന് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ തൗബ ചെയ്താൽ അത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞത്. പിന്നെ വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഉയർത്തപ്പെടുമെന്ന്. അങ്ങനെ ഒരുപാട് അടയാളങ്ങളുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾക്ക് മനസ്സിലാവാത്ത അടയാളങ്ങളാണിത്. ഇതൊക്കെ നമ്മളിതൊക്കെ ഇങ്ങനെ കാണും, തൊള്ളിയും പൊളിച്ച് നടക്കും എന്ന് വന്നല്ലാതെ നമുക്ക് ചിന്തിക്കൂല. ചിന്തിക്കുന്നവർക്കല്ലേ ദൃഷ്ടാന്തമുള്ളൂ. ഇന്നിപ്പോൾ തന്നിഷ്ടങ്ങൾക്ക് കുട്ടികളെ ഇങ്ങനെയൊക്കെ വളർത്തിയ മാതാക്കൾ, പിന്നെ മാതാവ് വളരെ കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടെ വളർത്തിയ മക്കളാണ് ഇന്ന് അടിപിടി കൂടുവാനും അതുപോലെ തന്നെ ഇഷ്ടമൊത്ത് തോന്നിവാസത്തിൽ ജീവിക്കാനും മാതാവിൻ്റെ സ്നേഹം മറന്ന് അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം മറന്ന് ഒരു നിമിഷം കണ്ടുമുട്ടിയവരെ സ്നേഹിക്കാനും ഒക്കെ പോകുന്നത്.